Good morning. Today we are going to say about weighted average cost of capital. WACC നമ്മൾ ഷോർട്ടായിട്ട് പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോ സോഴ്സസിൻ്റെയും ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്പെസിഫിക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്, അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം. അപ്പോൾ ആ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എ കമ്പനി ഫൈനാൻസ് ഇറ്റ്സ് പ്രൊജക്റ്റ് ബൈ ഡിഫറെൻറ്റ് സോഴ്സസ് അല്ലേ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ മാത്രമൊന്നല്ല ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരാറ്. അപ്പോൾ കമ്പനി അവരുടെ പ്രോജക്റ്റിൽ ഫൈനാൻസ് ചെയ്യുന്നത് വിവിധ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഓരോ സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫണ്ട് അതിൻ്റെയും കോസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലത് വളരെ ചീപ്പറായിരിക്കും. ഇപ്പോൾ ഡെറ്റൊക്കെ ആണെങ്കിൽ ചീപ്പറായിരിക്കും അതിൻ്റെ കോസ്റ്റ്. ദെൻ സം ആർ കോസ്റ്റ്ലിയർ അല്ലേ. ഇപ്പോൾ ഇക്വിറ്റി ഒക്കെ ആണെങ്കിൽ കോസ്റ്റ്ലിയർ ആണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അവർ ഏതൊക്കെ മിക്സ് ചെയ്യാറുണ്ട്? ഡെറ്റ് കോസ്റ്റ്ലിയർ ആയിട്ടുള്ളതും ചീപ്പർ കോസ്റ്റ് ഉള്ളതുമായിട്ടുള്ള സോഴ്സസ് മിക്സ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പോളിസി ഫോളോ ചെയ്യുന്നതിൻ്റെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബാലൻസ് ചെയ്യുക. പിന്നൊന്ന് വരുന്നത് ഇൻക്രീസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടെയാണ് ഇങ്ങനെ ഒരു കമ്പൈൻഡ് ഫോം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് സോഴ്സസ് സോഴ്സ് ഓഫ് ഫണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ബാലൻസ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് ലോവർ ദാൻ ഇറ്റ്സ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ഇപ്പോൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിനേക്കാളും കുറവായിരിക്കണം കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്നാൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ, അതുവഴി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്? ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തന്നെയാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് വരും ഇല്ലേ. കാരണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ നോക്കുന്നു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കുറവ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരണം. എന്നാലേ ഫേമിന് അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രോപ്പർ ബാലൻസ് കൊണ്ടുവരണമെങ്കിലും ഇത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആവറേജ് അല്ല ഉപയോഗിക്കാറ്. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ എല്ലാ സോഴ്സസ് ഓഫ് ഫണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിലായിരിക്കില്ല ഇല്ലല്ലോ. ഇപ്പോൾ കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്,
ദെൻ ഇക്വിറ്റി ഷെയർ ഉണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ദെൻ ഡിബഞ്ചർ വരുന്നുണ്ട്. അപ്പോൾ ഡിബഞ്ചർ ഉണ്ട്, ദെൻ ലോങ് ടേം ഡെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഇത് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ഇത്രയും എന്താ പറയുക ഫണ്ട് സോഴ്സസ് ഉൾപ്പെടുന്നതാണ് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. അപ്പം ഇത് നാലും എങ്ങനെയാവില്ല, ഈക്വൽ പ്രിപ്പോർഷനിലായിരിക്കില്ല ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഇക്വിറ്റിയേക്കാൾ കൂടുതൽ ഡെറ്റ് ഉണ്ടാകാം അല്ലേ, അങ്ങനെ ആവാം. ഇപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കണം, ഒരു കൂടുതൽ എമൗണ്ടും ഡെറ്റ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ ആവറേജ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സിമ്പിൾ ആവറേജ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഏതാണ് ഉപയോഗിക്കുക, വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഈ വെയ്റ്റ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വെയ്റ്റ് നമ്മൾ നൽകുന്നത് ഇപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓരോ സോഴ്സസ് ഓഫ് ഫണ്ടും അല്ലേ, ഓരോ സോഴ്സസിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണ്, ഓരോ സോഴ്സിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണ്, അതിനെ ബേസിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നൽകുന്നത്, വെയിറ്റേജ് നൽകുന്നത്. ഇപ്പോൾ ഓരോ സ്പെസിഫിക് ഫണ്ടിനും നമ്മൾ വെയിറ്റേജ് കൊടുക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇതൊരു ക്യാപിറ്റൽ സ്ട്രക്ചറിലാണെങ്കിൽ 25% ഇക്വിറ്റിയാണ്, ദെൻ 10% പ്രിഫറൻസ് ഷെയർ ആണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. 10% എക്സാമ്പിൾ ആണ് ഇതാണ്. ദെൻ 20% ലോങ് ടേം ഡെറ്റ് ആണ്, ലോങ് ടേം ഡെറ്റ്. ഇപ്പോൾ 20, 45, 55, ഇപ്പോൾ 100 ഇതിപ്പോൾ 360 അല്ലേ വരിക, നമുക്ക് 360 ആണ് നമുക്ക് വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ റെസ്റ്റ് വരുന്നത് എന്താണ്, ഡിബഞ്ചർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, വെയിറ്റേജസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വെയിറ്റ് ഏതിനെ കൊടുക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഒരു രീതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബൈ ദ കമ്പനി properly given weightage according to the proportion of various sources in the capital structure. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ സോഴ്സിൻ്റെയും പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്കതിനെ ആവറേജ് നൽകിക്കൊണ്ട് ആ ഓരോ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റിൻ്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആവറേജ് ഓഫ് ദ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ എ ഫേം. അപ്പോൾ ഫേം എംപ്ലോയ് ചെയ്തിട്ടുള്ള ഓരോ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ അതിനെ വരുന്ന അതിൻ്റെ കോസ്റ്റിൻ്റെ ആവറേജ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെ, അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഈ ഓരോ സോഴ്സിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റേജ് നൽകിക്കൊണ്ട് ഓരോ സ്പെസിഫിക് കോസ്റ്റിൻ്റെയും ആവറേജ് അതിൻ്റെ അടുത്ത് അതിൻ്റെ ആവറേജ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തന്നെ കോമ്പോസിറ്റ് കോസ്റ്റ് എന്നും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്ത് നോക്കാം, എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ സ്പെസിഫിക് കോസ്റ്റ് അല്ലേ, ഓരോ സ്പെസിഫിക് സോഴ്സസ് ഓഫ് ഫണ്ടിനും നമ്മൾ അതിൻ്റെ ആ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് വെയിറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. ദെൻ ആ സ്പെസിഫിക് കോഴ്സിനെ വെയിറ്റ് കൊടുത്ത് അതിൻ്റെ ആ വെയ്റ്റഡ് കോസ്റ്റ് നമ്മൾ ആ വെയിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ആവറേജ് ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ദെൻ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അസൈനിങ് വെയിറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, വെയിറ്റ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അസൈനിങ് വെയിറ്റ് ഓർ അസൈൻമെന്റ് ഓഫ് വെയിറ്റ് അസൈൻ ചെയ്യാം. വെയിറ്റ് ഹാവ് ടു ബി അസൈൻ ടു ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനും നമ്മൾ വെയിറ്റ് നൽകുന്നു. ദെൻ വെയിറ്റ് ക്യാൻ ബി ഐദർ ബുക്ക് വാല്യൂ വെയിറ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വെയിറ്റ്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് എന്താവാം, ബുക്ക് വാല്യൂ വെയിറ്റും ആവാം, മാർക്കറ്റ് വാല്യൂ വെയിറ്റും ആവാം. ഈ ബുക്ക് വാല്യൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫേമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ അല്ലേ. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഡിബഞ്ചർ എത്ര ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്, പ്രിഫറൻസ് ഷെയർ എത്ര ഉണ്ട്, ഇക്വിറ്റി എത്ര ഉണ്ട്, ലോങ് ടേം ഡെറ്റ് എത്ര ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ വാല്യൂ ദാറ്റ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് അല്ലേ ഓഫ് എ ഫേം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ബുക്ക് വാല്യൂവിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ആണ് ഇത് ബുക്ക് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് റിലേറ്റീവ് പ്രപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ടു ദ ടോട്ടൽ ക്യാപിറ്റൽ. ഇപ്പം ടോട്ടൽ ക്യാപിറ്റലിലെ ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും റിലേറ്റീവ് പ്രപ്പോർഷൻ, അതാണ് ബുക്ക് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ കേസിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ WACC എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാറ്. ഇപ്പോൾ WACC കാണുന്നതിന് വേണ്ടിയിട്ട് ബുക്ക് വാല്യൂ വെയിറ്റ് സാധാരണ കേസിൽ റെക്കമെൻഡ് ചെയ്യാറില്ല. നമുക്ക് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ വെയിറ്റ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിലാണ് ഏത് ഉപയോഗിക്കുന്നത്, ബുക്ക് വാല്യൂ വെയിറ്റ്. ഇപ്പോൾ ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആവണം എന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ഏത് ഉപയോഗിക്കും, ബുക്ക് വാല്യൂ വെയിറ്റ് ഉപയോഗിക്കും. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ ബുക്ക് വാല്യൂ വെയിറ്റ് റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ വി ടേക്ക് ബുക്ക് വാല്യൂ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് WACC. ദെൻ നമുക്ക് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ വരുന്നുണ്ടായിരിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലേ, നമ്മളതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ പ്രിവൈലിംഗ് മാർക്കറ്റിലെ ആ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് അതിനെ നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അതിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ സെക്യൂരിറ്റീസ് അല്ലേ. അപ്പം മൊത്തം നമ്മുടെ സെക്യൂരിറ്റീസ് അല്ലേ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഓൾ സെക്യൂരിറ്റീസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, അതിലെ ഓരോ ടൈപ്പ് സെക്യൂരിറ്റീസിൻ്റെയും റിലേറ്റീവ് പ്രപ്പോർഷൻ എത്ര, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നത് ഒന്നുകിൽ ബുക്ക് വാല്യൂ വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫേം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഓരോ കാറ്റഗറിയിലും വരുന്ന ഓരോ സെക്യൂരിറ്റീസിൻ്റെയും കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഏത് വാല്യൂ ചെയ്യുന്നത്, മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ബുക്ക് വാല്യൂ ആണെങ്കിലും മാർക്കറ്റ് വാല്യൂ ആണെങ്കിലും അത് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും പ്രോബ്ലം ചെയ്യാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക, ഇതാണ് ബുക്ക് വാല്യൂ വെയിറ്റും മാർക്കറ്റ് വാല്യൂ വെയിറ്റും. നമുക്ക്
ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും അതെന്താന്നുള്ളത്. അപ്പോൾ അത് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ്, അതായത് നമുക്ക് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈ സെക്യൂരിറ്റി, അപ്പോൾ ഓരോ സെക്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ ഓരോ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് കമ്പ്യൂട്ട് ചെയ്യണം? ഈ സ്പെസിഫിക് കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് അതാണ് വരുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സസ് ആണ്. ഇപ്പം സാധാരണ ഫിനാൻഷ്യൽ ഡിസിഷനിൽ സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ്. നമ്മളിവിടെ സ്പെസിഫിക് കോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ all costs are used after tax cost. അപ്പോൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഇപ്പോൾ നമുക്ക് വെയിറ്റും കിട്ടി, അതുപോലെ തന്നെ സ്പെസിഫിക് കോസ്റ്റും കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പ്യൂട്ട് ചെയ്യാം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ എങ്ങനെയാണത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഇൻഡിവിജ്വൽ ഫണ്ടിൻ്റെ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫണ്ട് നമ്മൾ അസർട്ടൈൻ ചെയ്തു, ദെൻ അതിൻ്റെ വെയ്റ്റും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു, പിന്നെ നമ്മൾ ഏത് കാണുന്നു? WACC നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് KW ഈസ് ഈക്വൽ ടു സിഗ്മ WC. KW ഈസ് ഈക്വൽ ടു സിഗ്മ WC. അതിലെ KW എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, WACC ആണ്. ദെൻ W എന്ന് പറയുന്നത് വെയ്റ്റ് ഓർ പ്രപ്പോർഷൻ. വെയ്റ്റ് എന്നും പറയാറുണ്ട് നമ്മൾ, പ്രപ്പോർഷൻ എന്നും പറയാറുണ്ട്. അതായത് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓരോന്നിൻ്റെയും ഓരോ സെക്യൂരിറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫണ്ടിൻ്റെയും പ്രപ്പോർഷൻ എത്ര? അപ്പോൾ വെയ്റ്റ് ഓർ പ്രപ്പോർഷൻ. C ഈസ് ഈക്വൽ ടു സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി. അപ്പോൾ സ്പെസിഫിക് കോസ്റ്റ് ആണ് നമ്മൾ C എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ തിയറി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിലെ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓരോ സോഴ്സ് ഓഫ് ഫണ്ടും കൺസിഡർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ സ്പെസിഫിക് കോസ്റ്റ് എന്ന് കാണുന്നു. ദെൻ ആ സ്പെസിഫിക് കോസ്റ്റിനെ നമ്മൾ അതിൻ്റെ ആ റിലേറ്റീവ് പ്രപ്പോർഷൻ അനുസരിച്ച്, ആ ടോട്ടൽ ക്യാപിറ്റലിൽ അതിൻ്റെ റിലേറ്റീവ് പ്രപ്പോർഷൻ അനുസരിച്ച് വെയ്റ്റ് അസൈൻ ചെയ്യുന്നു. ദെൻ ആ സ്പെസിഫിക് കോസ്റ്റ് ഇൻറ്റു വെയ്റ്റ്, അതാണ് നമുക്ക് ഏത് വരുന്നത്? അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ of a company, calculate overall cost of capital using book value weight and market value weight. അപ്പോൾ നമുക്ക് ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹10 per ഷെയർ ആണ്, 45,000, 90,000. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ബുക്ക് വാല്യൂ 15,000 ആണ്, അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കില്ല. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10,000 ആണ്. ദെൻ ഡിബഞ്ചർ 30,000 തന്നെയാണ്. ദെൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 14%, റീറ്റെയിൻഡ് ഏർണിങ്സ് 13%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10%, ഡിബഞ്ചർ 5%. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ബുക്ക് വാല്യൂ വെയിറ്റ് വെച്ചിട്ടും മാർക്കറ്റ് വാല്യൂ വെയിറ്റ് വെച്ചിട്ടും നമ്മൾ പ്രോബ്ലം ചെയ്യും. നമുക്ക് കാണാം എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റൽ. ദെൻ നമ്മളൊരു 5 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം നമുക്ക് സോഴ്സ് കൊടുക്കാം.
സെക്കൻഡ് കോളം നമുക്ക് എമൗണ്ട് കൊടുക്കാം, തേർഡ് കോളം നമുക്ക് പ്രപ്പോർഷൻ എന്നുള്ളത് കൊടുക്കാം. ആ കോളത്തിനെ നിങ്ങൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുക. ദെൻ ഫോർത്ത് കോളം നമ്മൾ കൊടുക്കുന്നത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ്, സി. അപ്പോൾ ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം. 1, 2 നമ്പർ കോളം നമ്പർ കൊടുക്കുക. ദെൻ ലാസ്റ്റ് കോളം നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് ആണ്, WC. അപ്പോൾ ഈ WC എന്ന് പറയുന്നത് ഏതാണ്? 1 × 2, അതാണ് ഇത് വരുന്നത്, WC വരുന്നത്. ചെയ്യാം നമുക്ക് ഓരോന്നും. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് നമുക്കറിയാം 45,000 ആണ്. എമൗണ്ട് 45,000 ആണ്. ദെൻ അതിൻ്റെ വെയ്റ്റ് ഓർ പ്രപ്പോർഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കാണുക? ഇപ്പം ഇവിടെ നോക്കിയേ, നമുക്ക് ബുക്ക് വാല്യൂ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 45,000 നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നുണ്ട്, 15,000 നമുക്ക് റീറ്റേൺ ഏർണിങ്സ് വരുന്നുണ്ട്, ദെൻ 10,000 നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, 30,000 നമുക്ക് ഡിബഞ്ചർ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയാണ് വരുന്നത്? 45ഉം 15ഉം 55 × 60 70 30ഉം 1 ലക്ഷം. അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഈ 1 lakhലെ 45,000 ഏതാണ്? ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് എങ്ങനെ കാണാം? 45,000 ഡിവൈഡഡ് ബൈ 1 lakh × 100 അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ 45,000 ഡിവൈഡഡ് ബൈ 1 lakh. ഇപ്പോൾ 45,000 ഡിവൈഡഡ് ബൈ 1 lakh എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 0.45 ആണ്. ദെൻ അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്താൽ മതി? സോഴ്സും അതിൻ്റെ എമൗണ്ടും ഇങ്ങോട്ട് എടുത്തെഴുതുക. അപ്പം നമുക്കത് ഇത്രയും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 15,000. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമുക്ക് 10,000 ആണ്. ദെൻ ഡിബഞ്ചർ നമുക്ക് തന്നിട്ടുള്ളത് 30,000 ആണ്. നിങ്ങളിതിൻ്റെ ടോട്ടൽ കാണുക, 1 lakh ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രപ്പോർഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 45,000 ഡിവൈഡഡ് ബൈ 1 lakh 0.45. ദെൻ 15,000 ഡിവൈഡഡ് ബൈ 1 lakh എന്ന് പറയുമ്പോൾ 0.15. ദെൻ 0.10 0.30 നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ദെൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് കോസ്റ്റ് ഓരോന്നിൻ്റെയും എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. 14% ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ, 14%, റീറ്റെയിൻഡ് ഏർണിങ്സ് 13%, ദെൻ ഷെയർ ക്യാപിറ്റൽ 10%, ദെൻ ഡിബഞ്ചർ 5% ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 6.3%. ദെൻ 0.15 × 0.13 × 100 എന്ന് പറയുമ്പോൾ 1.95%. ദെൻ 0.10 × 0.10 × 100 എന്ന് പറയുമ്പോൾ 1.00%. ദെൻ 0.30 × 5% എന്ന് പറയുമ്പോൾ 1.50%. 1.50% നമുക്ക് കിട്ടി. ദെൻ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ അല്ലേ? സിഗ്മ WX ആണ്. അപ്പോൾ ഇതും ഒക്കെ കൂടെ നമ്മൾ കൂട്ടുന്നു. ആ 6.3ഉം 1.95ഉം 1ഉം അതുപോലെ തന്നെ 1.50യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.75% നമുക്ക് കിട്ടും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 10.75 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ഏത് വെച്ചിട്ടാണ് ചെയ്തത്? ബുക്ക് വാല്യൂ വെച്ചിട്ടാണ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ ഏതും കമ്പ്യൂട്ട് ചെയ്യുക? മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ വരുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. മാർക്കറ്റ് വാല്യൂ
നമുക്ക് ഇവിടെ 3 സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ് വരുന്നത്. ഇക്വിറ്റി ഷെയർ വരുന്നുണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർ വരുന്നുണ്ട്, ദെൻ ഡിബഞ്ചർ വരുന്നുണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് 90,000, 10,000, 30,000, അതായത് 1,30,000. ഇനി നമ്മൾ പ്രപ്പോർഷൻ കാണണം. 1,30,000 90,000 എത്രയായിരിക്കും വരിക? അപ്പോൾ 90,000 ഡിവൈഡഡ് ബൈ 1,30,000. 90,000 ഡിവൈഡഡ് ബൈ 1,30,000 എന്ന് പറയുമ്പോൾ 0.692. ദെൻ 10,000 ഡിവൈഡഡ് ബൈ 1,30,000 എന്ന് പറയുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1,30,000 0.077. ദെൻ 30,000 ഡിവൈഡഡ് ബൈ 1,30,000 എന്ന് പറയുമ്പോൾ 0.231. ഇത്രയാണ് നമുക്ക് വെയിറ്റ് വരുന്നത്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി 14% ആണ്, പ്രിഫറൻസ് ഷെയർ 10% ആണ്, ഡിബഞ്ചർ 5% ആണ്. ദെൻ ആ 2 കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.692 ഇൻറ്റു 14% എന്ന് പറയുമ്പോൾ 9.688 എന്ന് വരും. ദെൻ 0.077 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 0.770 വരും. ദെൻ 0.231 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 1.155 വരും. ദെൻ നമുക്ക് WACC ഈസ് ഈക്വൽ ടു സിഗ്മ WX ആണ്. ദെൻ WX ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 11.613 എന്ന് കിട്ടും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 11.613 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ലോജിക്കൽ അപ്രോച്ചാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, അതുപോലെ തന്നെ ലോജിക്കൽ അപ്രോച്ചസ് കൂടിയാണത്. ദെൻ ഇതിൻ്റെ മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ എല്ലാ മാറ്റങ്ങളും ഏത് പരിഗണിക്കുന്നുണ്ട്? ഈ ഒരു മെത്തേഡ് പരിഗണിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് വെൻ പ്രോഫിറ്റ് ആർ നോർമൽ. പ്രോഫിറ്റ് നോർമൽ ആണെങ്കിൽ, അതായത് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, ലോസ് ഒന്നുമില്ലാതെ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇത് ആക്യുറേറ്റ് ആണ്. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നതിലുള്ള ആക്യുറേറ്റ് കോസ്റ്റ് നമുക്ക് ഏതിലൂടെ കാണാൻ പറ്റും? ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ NPV കണ്ടുപിടിക്കണമെങ്കിലും, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ആണെങ്കിലും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണെങ്കിലും നമ്മളവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസിലൊക്കെയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. എന്താണ് ഈ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മളിപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എക്സസീവ് ലോ കോസ്റ്റ് ഡെറ്റ് ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ, അതായത് ലോ കോസ്റ്റ് ഡെറ്റ് നമ്മൾ ഒരുപാട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്യൂട്ടബിൾ അല്ല? WACC സ്യൂട്ടബിൾ അല്ല. നമുക്കൊരു എക്സാക്റ്റ് ഓവറോൾ കോസ്റ്റ് നമുക്കവിടെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്
അല്ലാതെ ഡിസിഷന് എന്തായിരിക്കില്ല, റെലവൻ്റ് ആയിരിക്കില്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് എക്സസീവ് ലോ കോസ്റ്റ് ഡെറ്റ്. അപ്പോൾ ഒരുപാട് ലോ കോസ്റ്റ് ഡെറ്റുകൾ ഉൾപ്പെടുത്തുന്ന സിറ്റുവേഷൻസിൽ ഇത് നല്ലതല്ല. പിന്നെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് ലോ പ്രോഫിറ്റ്. അതുപോലെ ലാഭം കുറവുള്ള കേസുകളിലും ഏത് സ്യൂട്ടബിൾ അല്ല, WACC സ്യൂട്ടബിൾ അല്ല. ദെൻ പിന്നെ വരുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അസൈൻ ടു ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലേ? ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ വെയിറ്റ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ഇപ്പോൾ നമുക്ക് ബുക്ക് വാല്യൂ പിന്നെ ഫേമിൻ്റെ ബുക്കിലുണ്ടാവും. മാർക്കറ്റ് വാല്യൂ ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ഡിഫിക്കൾട്ടാണ്. മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫേം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി, അല്ലേ? ഓരോ സെക്യൂരിറ്റീസിൻ്റെയും കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ നോക്കണം. ദെൻ നമ്മുടെ അതിൻ്റെ പ്രിവൈലിംഗ് മാർക്കറ്റ് വാല്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസിലെ ഓരോ ടൈപ്പ് സെക്യൂരിറ്റീസിൻ്റെയും മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വെയിറ്റ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഈസി പ്രോസസ്സ്. അതത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സെലക്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ബി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ WACC. ഇപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതും അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മളിത് ബാലൻസ്ഡ് ഇതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് സ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ ഇത്രയ്ക്കാണ് ഏത് വരുന്നത്, ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം സാധാരണ ഫേമുകളൊക്കെ ന്യൂ ഫണ്ട് ഓർ അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാറുണ്ട്, ഇല്ലേ? ഇപ്പോൾ അവർക്ക് ഫണ്ടിൻ്റെയൊക്കെ അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് അഡീഷണൽ ഫണ്ട് അല്ലെങ്കിൽ ന്യൂ ഫണ്ടുകൾ അവരെ റേസ് ചെയ്യാറുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെൻ്റ് സോഴ്സുകളിൽ നിന്നാണ് പുതിയ ഫണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ഫണ്ട് ഫേം കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ അഡീഷണൽ ഫണ്ട് കണ്ടെത്തുന്ന കേസുകളിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ ആയിരിക്കില്ല. കാരണം എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻ ദ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലേ? എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഫണ്ടിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ടാണ് ഏത് തയ്യാറാക്കുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പുതുതായിട്ട് ഫണ്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏത് സ്യൂട്ട് ആയിരിക്കില്ല, ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ ആയിരിക്കില്ല. കാരണം എന്താണ്? ഒട്ടുമിക്ക ഫേമുകളും അഡീഷണൽ ഫണ്ട് അല്ലെങ്കിൽ ന്യൂ ഫണ്ട് റേസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഫണ്ടിൻ്റെ സെയിം പ്രൊപ്പോർഷനിൽ ആവണമെന്നില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഇത്ര പെർസെൻറ്റേജ് ആണ്, ആ സെയിം പ്രൊപ്പോർഷൻ ആവില്ല ചിലപ്പോൾ അഡീഷണൽ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ നമുക്ക് 50,000 പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 25,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകുള്ളൂ. അപ്പോൾ സെയിം പ്രൊപ്പോർഷനൽ ആയിരിക്കില്ല ഏത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അതേ അനുപാതത്തിലായിരിക്കില്ല പുതിയ ഫണ്ട് ഫേം റേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏത് സ്യൂട്ടബിൾ ആകാത്തത്, ഈ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അനുയോജ്യമല്ലാതെ വരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് വേണം ഉപയോഗിക്കാനായിട്ട്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്, അല്ലേ? അവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് cost of new or additional capital, it is called marginal cost of capital. അപ്പോൾ what do you mean by marginal cost of capital എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാ പറയുക? marginal cost of capital, it means the weighted average cost of new or additional capital.
അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിനെ തന്നെ നമ്മൾ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് നമ്മളൊരു വെയ്റ്റ് അസൈൻ ചെയ്യുന്നു. ദെൻ അപ്പോൾ നമ്മളത് ആവറേജ് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് റേസിങ് ആൻ അഡീഷണൽ റുപ്പി ഓഫ് ക്യാപിറ്റൽ. കണ്ടോ? അപ്പോൾ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ റേസിങ് ന്യൂ ഫണ്ട്. പുതിയ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. A firm has the following capital structure and after tax cost of different sources of fund used. നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ടും വെയിറ്റ്, അതായത് പ്രപ്പോർഷൻ നമുക്ക് തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലാണ്, സ്പെസിഫിക് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് പെർസെൻറ്റേജിൽ. ദെൻ ഡെറ്റ് 4,50,000 ആണ്. ദെൻ 30 വെയിറ്റ്, 7 കോസ്റ്റ്, 7% കോസ്റ്റ്. ദെൻ പ്രിഫറൻസ് ക്യാപിറ്റൽ 3,75,000, 25% ആണ് പ്രൊപ്പോർഷൻ വരുന്നത്, 10% ആണ് കോസ്റ്റ് വരുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ 6,75,000, 40% ആണ് വെയിറ്റ്. ദെൻ 15% ആണ് നമുക്ക് കോസ്റ്റ് തന്നിരിക്കുന്നത്. ടോട്ടൽ 15 lakhs വരുന്നുണ്ട്. നമ്മളോട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് യൂസിങ് ബുക്ക് വാല്യൂ വെയിറ്റ് വെച്ചിട്ട് നമ്മളോട് കാണാൻ പറയുന്നു. ദെൻ ഫേം റേസ് ഫർദർ ക്യാപിറ്റൽ ₹6 lakhs ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് പ്രോജക്റ്റ്. ഇപ്പോൾ ഇവർ അവരുടെ പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 6 lakhs കൂടെ ഫർദർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫോളോയിങ് മാനർ, താഴെ പറയുന്ന രീതിയിലാണ്. ഡെറ്റ് 3 lakhs വരുന്നുണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ 1,50,000, ഇക്വിറ്റി ക്യാപിറ്റൽ 1,50,000. ദെൻ നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളോട് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നു, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് കോളംസ് വരുന്നത്, സോഴ്സ് എഴുതാൻ നമുക്കൊരു കോളം വേണം, എമൗണ്ട് എഴുതാൻ എമൗണ്ടിനെ നമുക്കൊരു കോളം കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഈ എമൗണ്ടിൻ്റെ കോളം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. നമുക്ക് പ്രപ്പോർഷൻ എഴുതിയാലും മതി. അപ്പം നമുക്ക് ഈ എമൗണ്ട് കോളം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇത് കമ്പൽസറി അല്ല, കാരണം ഓൾറെഡി നമുക്ക് വെയിറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ സെക്കൻഡ് കോളം നമുക്ക് പ്രപ്പോർഷൻ കൊടുക്കാം. പ്രപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ആണ്. ദെൻ തേർഡ് കോളം നമ്മൾ ഏത് കൊടുക്കുന്നു? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് അല്ലേ? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നമ്മൾ കൊടുത്തു, അതായത് സി കൊടുത്തു. ദെൻ ഫോർത്ത് കോളം നമുക്ക് വരുന്നത് വെയ്റ്റഡ് കോസ്റ്റ് ആണ്. നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് ആണ് വരുന്നത്. ദെൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഡെറ്റ് ആണ്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ദെൻ അതിൻ്റെ സ്പെസിഫിക് കോസ്റ്റ് 7 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിഫറൻസ് ക്യാപിറ്റൽ 25, 10. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ 45, 15 അല്ലേ? ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3/21, അപ്പോൾ 2.10 പെർസെൻറ്റേജിൽ വരും. ദെൻ 25 × 10 എന്ന് പറയുമ്പോൾ 2.50. ദെൻ 45, 45 × 15 എന്ന് പറയുമ്പോൾ 6.75.
6.75. Weighted average WACC is equal to 5, 7, 12, 13, 7, 9, 2, 11. 11.35%. അപ്പോൾ WACC equal to ഇത് പെർസെൻറ്റേജ് ആണ് 11.35% കിട്ടി. സിമ്പിളാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഏതും കമ്പ്യൂട്ട് ചെയ്യുന്നു, വെയ്റ്റഡ് അല്ലേ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ഈ ആവറേജ് എന്നുള്ള ഭാഗം കണ്ട് മാറ്റിയിട്ട് മാർജിനൽ എന്ന് കൊടുക്കാം. വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോളംസ് ഇതൊക്കെ ഇതന്നെ മതി. സോഴ്സ്, ദെൻ പ്രപ്പോർഷൻ, ആഫ്റ്റർ ടാക്സ് കോഴ്സ്. ഇവിടെ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് എന്ന് വരും. വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ്, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് എന്ന് നമ്മൾ കൊടുക്കണം. ദെൻ നമുക്ക് ഡെറ്റ് 3 lakhs ആണ് നമുക്ക് ഡെറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫർദർ ക്യാപിറ്റൽ വരുന്നത് 6 ലക്ഷമാണ് അല്ലേ, 6 ലക്ഷമാണ് ഫർദർ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഈ 6 lakhsലെ 3 lakh ഡെറ്റ് ആണ്. 3 lakhs ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡെറ്റിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 lakhs ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡെറ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയായിരിക്കും? 3 lakhs ഡിവൈഡഡ് ബൈ 6 lakhs അല്ലേ. 3 lakhs ഡിവൈഡഡ് ബൈ, ഇത് നമുക്ക് പെർസെൻറ്റേജിലാണെങ്കിൽ 3 lakhs ഡിവൈഡഡ് ബൈ 6 lakhs ഇൻറ്റു 100. 3 lakhs ഡിവൈഡഡ് ബൈ 6 lakhs ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 50 അല്ലേ. 6 ലക്ഷത്തിൽ 3 ലക്ഷം ഡെറ്റാണ്. അപ്പം 50% ഡെറ്റാണ്. 6 ലക്ഷത്തിൻ്റെ 3 ലക്ഷം ഡെറ്റ് എന്ന് പറഞ്ഞാൽ 50% ഡെറ്റാണ്. ദെൻ പിന്നെ നമുക്ക് പ്രിഫറൻസ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 6 ലക്ഷത്തിൽ 1,50,000 ആണ്. 1,50,000 ആണ് ഏത് വരുന്നത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ അവിടെ 25% അല്ലേ. 6 ലക്ഷത്തിൻ്റെ 4/1 ഭാഗമാണ് 1,50,000 എന്ന് പറയുന്നത്. അപ്പോൾ 25% ആണ്. ദെൻ ഇക്വിറ്റി ക്യാപിറ്റലും 1,50,000 ആണ്. ദെൻ 25% ആണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രിപ്പോർഷൻ വരുന്നത്. ദെൻ കോസ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7. ദെൻ പ്രിഫറൻസ് ഷെയർ ആവുമ്പോൾ 10. ദെൻ ഇക്വിറ്റി ആവുമ്പോൾ 15. അപ്പോൾ കോസ്റ്റ് നമ്മൾ അതന്നെ എഴുതി 7, 10, 15. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7, 35. അപ്പോൾ 3.50. ദെൻ 2.50 അല്ലേ. 2.50. ദെൻ 25 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 3.75. ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കുന്നതാണ് കേട്ടോ. 3.75. ദെൻ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WMCC, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ is equal to ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ 5, ദെൻ 17, ദെൻ 6, 2, 8, 9, 9.75% ആണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഏതിലെ വരുന്നത്? ഈ ഒരു മാർജിനൽ കോസ്റ്റിൽ വരുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്കിത് ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടെ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ, അതായത് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുന്നുണ്ടായിരുന്നത്? നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഫിനാൻസ് സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസസ്, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ചോദിക്കാറുള്ളത് തന്നെയാണ്. ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ധാരാളം ഉള്ളതാണ്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. 15ഓളം ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു ചാപ്റ്ററും പുതിയ കുറേ ടോപ്പിക്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.